ചിലരുടെ പ്രിയപ്പെട്ടവരെ, തിരുഷ്ടമിഴിലേക്ക് സ്വാഗതം. ആത്മീയ പാഠങ്ങളിൽ ഇന്നൊരു പുതിയ വിഷയത്തെക്കുറിച്ച് നമ്മൾ ചിന്തിക്കുന്നു. നമുക്കൊക്കെ ജീവിതത്തിൽ അനുഭവങ്ങൾ ആവശ്യമാണ്, അനുഭൂതികളും ആവശ്യമാണ്. ആത്മീയ ലോകത്തേക്ക് ഉയരുമ്പോൾ ജീവിതത്തിൽ അനുഭവങ്ങൾ ഉണ്ടാകണം, ആത്മീയ അനുഭൂതി അനുഭവിക്കാൻ കഴിയണം എന്നൊക്കെ നമുക്ക് ആത്മാർത്ഥമായ ദാഹം ഉണ്ടാവും. ജീവിതത്തിന്റെ അനുഭൂതികളും അനുഭവങ്ങളും ഈ ലോക സന്ദർഭങ്ങളുമായി ബന്ധപ്പെട്ടവയാണ്. ഈ ലോക സന്ദർഭങ്ങൾക്കകത്ത് ക്രിസ്തുവിനോട് ഐക്യപ്പെട്ട് ജീവിക്കുമ്പോൾ ആത്മീയമായ സന്തോഷം അനുഭവിക്കണം, അനുഭൂതികൾ ഉണ്ടാകണം എന്ന് ആഗ്രഹിക്കാത്തവരായ ആരാണുള്ളത്? അതൊരു തെറ്റായ കാര്യമല്ല. പക്ഷേ ആത്മീയ അനുഭൂതികളും ആത്മീയ അനുഭവങ്ങളും എന്തെന്ന് തിരിച്ചറിവുണ്ടാവുകയും യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിന്റെ ഉന്നതിക്ക് ആവശ്യമായത് എന്ത് എന്ന് തിരിച്ചറിയുകയും ചെയ്യുമ്പോൾ മാത്രമേ നമുക്ക് വ്യക്തമായ ബോധ്യത്തോടെ ആത്മീയ അനുഭവങ്ങളെ സ്വീകരിക്കാനുള്ള തുറവി ഉണ്ടാകും. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 1-ാം ലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ 1-ാം തിരുവചനത്തിൽ പറയുന്നുണ്ട്, സഹോദരരെ, നിങ്ങൾ ആത്മീയ ദാനങ്ങളെക്കുറിച്ച് അറിവുള്ളവരാകണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. ആത്മീയ ദാനങ്ങളെക്കുറിച്ച് അറിവുണ്ടാവുക, അങ്ങനെ ആ ദാനങ്ങൾ ജീവിതത്തിൽ എങ്ങനെയാണ് പ്രവർത്തിക്കുന്നതെന്ന് തിരിച്ചറിയുക, ആ തിരിച്ചറിവിലൂടെ ജീവിതം ക്രിസ്തുവിൽ അനുഭവപൂർണമാക്കി മാറ്റുക എന്നത് പരമപ്രധാനമായൊരു കാര്യമാണ്. സാധാരണഗതിയിൽ അനുഭവങ്ങളും അനുഭൂതികളും എന്ത് എന്നതിനെ സംബന്ധിച്ച് തന്നെ നമുക്ക് വ്യക്തമായൊരു കാഴ്ചപ്പാടുണ്ടാവണം. അനുഭൂതികളും അനുഭവങ്ങളും രണ്ടാണ്. അനുഭൂതികൾ സ്വാഭാവികമായും ഫീലിങ്ങുകളാണ്. അവയൊക്കെ നമ്മുടെ ജീവിതത്തിൽ നാം ആഗ്രഹിക്കുന്നവയാണ്. അനുഭവങ്ങൾ നമ്മൾ വിചാരിക്കുന്നത് പോലെയല്ല. അത് ജീവിതത്തിലെ പരിപരുത്ത യാഥാർത്ഥ്യങ്ങളുമായി ഇണങ്ങിച്ചേരുമ്പോഴും വേർപിരിയുമ്പോഴും ഉണ്ടാകുന്ന ഒരുപക്ഷെ വേദനാകരങ്ങളായി പോലും മാറാവുന്ന കാര്യങ്ങളാണ്. അനുഭൂതികൾ ഇന്ദ്രിയപരമായ കാര്യങ്ങളായിട്ടാണ് പ്രധാനമായും നമുക്ക് അനുഭവപ്പെടുക. അനുഭൂതികൾ അവയെ ഗോഡ്ലി എക്സ്പീരിയൻസ് ആയിട്ട് പറയാൻ കഴിയില്ല, ദൈവാനുഭവമായി പറയാൻ കഴിയില്ല. അവയെല്ലാം അനുഭൂതികളാണ്. ദൈവാനുഭൂതികൾ പ്രാർത്ഥനയിലേക്ക് നമ്മെ ഉയർത്തുന്നവയാണ്. ദൈവാനുഭവങ്ങളാകട്ടെ ജീവിതത്തിനകത്ത് ദൈവോന്മുഖമായി എല്ലാറ്റിനെയും പരിശോധിക്കാനും തിരിച്ചറിയാനും കഴിയുന്നൊരു തലമാണ്. നമ്മുടെ ജീവിതത്തിലുണ്ടാകുന്ന വേദനകളെയും കഷ്ടതകളെയും ഞെരുക്കങ്ങളെയും ഒക്കെ ക്രിസ്തുവിൽ നമുക്ക് സ്വീകരിക്കാൻ കഴിയുമ്പോഴാണ് അവയൊക്കെ ദൈവാനുഭവങ്ങളായിട്ട് മാറുക. അനുഭൂതികളാകട്ടെ പ്രാർത്ഥനയുടെ വേളകളിൽ നമ്മുടെ ഹൃദയത്തെ ദൈവവുമായി വിളക്കിച്ചേർക്കാൻ വേണ്ടി ദൈവം നൽകുന്ന അനുഭൂതികളുമാണ്. ഈ അനുഭൂതികൾ ഇന്ദ്രിയപരങ്ങളാണ് എന്ന് നമുക്കറിയാം. ഇന്ദ്രിയപരതയുടെ പരിധിയിൽ നിന്ന് പ്രാർത്ഥന ഉയരുമ്പോൾ ഈ അനുഭൂതികളൊക്കെ നഷ്ടപ്പെടുകയും ചെയ്യും. അനുഭൂതികൾ സ്ഥായീഭാവമുള്ളവയല്ല. അനുഭവങ്ങളാകട്ടെ അങ്ങനെയല്ല. അനുഭവങ്ങൾ ഏത് സമയത്തും നമുക്കുണ്ടാകുന്നതാണ്. കൊച്ചു റേസ്യ രക്തം ഛർദ്ദിക്കുമ്പോൾ ആനന്ദ പാരവശ്യം അനുഭവിക്കുന്നു. അതൊരു അനുഭവമാണ്, അനുഭൂതിയല്ല. ജീവിതത്തിലെ കടുത്തൊരു പ്രതിസന്ധിയെ, വേദനാകരമായ ഒരു അനുഭവത്തെ നേരിടുമ്പോൾ ആ അനുഭവം ഉള്ളിൽ ക്രിസ്തു സ്നേഹം ഉണർത്തുന്നു, ദൈവത്തോടുള്ള ആഭിമുഖ്യം ഉണർത്തുന്നു, ദൈവത്തിന്റെ കരങ്ങളിലാണ് താൻ എന്ന അനുഭവത്തിലേക്ക് വരുന്നു. അങ്ങനെ ഭൗതികമായ ഈ പ്രതികൂലാവസ്ഥ ജീവിതത്തിൽ ദൈവാനുഭവത്തിന്റെ വേദിയായിട്ട് മാറുന്നു. ഇപ്പൊ അപമാനമേറ്റ സാഹചര്യങ്ങളിൽ, തകർന്നു പോകുന്ന സാഹചര്യങ്ങളിൽ നിരവധി ആളുകൾ, വിശുദ്ധാത്മാക്കൾ ദൈവം കൂടെ വരുന്നതായിട്ടുള്ള അനുഭവം സ്വീകരിച്ച നിമിഷങ്ങൾ നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ ഫ്രാൻസിസിന്റെ കൂട്ടാളികൾ കൈയൊഴിയുന്നൊരു സമയമുണ്ട്. റോമിലും മാർപ്പാപ്പയെ കാണാൻ പോയി തിരികെ വരുന്ന സമയത്ത് സഭയ്ക്കകത്ത് ഫ്രാൻസിസ് അസ്വീകാരനായിട്ട് മാറുകയാണ്. ഫ്രാൻസിസിന്റെ കടുത്ത ദാരിദ്ര്യം, ഫ്രാൻസിസിന്റെ കടുത്ത പരിത്യാഗ ജീവിതം അത് അംഗീകരിക്കാൻ കൂടെയുള്ളവർക്ക് കഴിയുന്നില്ല. അങ്ങനെ അവരിൽ നിന്നിറങ്ങി ഫ്രാൻസിസ് വെർണാമലയിലേക്ക് പോകുന്ന സമയത്ത് അദ്ദേഹം തീർത്തും ഒറ്റപ്പെട്ടവനായിട്ടാണ്, ലിയോ മാത്രമാണ് കൂടെയുള്ളത്, ഒറ്റപ്പെട്ടവനായിട്ടാണ് പോകുന്നത്. തന്റെ ജീവിതത്തിൽ അന്നോളം താൻ നേടിയതെല്ലാം, കൂടെ കൂട്ടിയതെല്ലാം നഷ്ടാനുഭവങ്ങളായി പോകുന്ന ഏറ്റവും വേദനാകരമായ ഒരു സന്ദർഭത്തിൽ വെർണാമലയിലേക്ക് പോകുന്ന വിശുദ്ധ ഫ്രാൻസിസ് ആ മലയിൽ വെച്ച് ദൈവവുമായുള്ള ബന്ധത്തിൽ അനുഭവിക്കുന്നത് മഹത്തായ ഒരു അടയാളമാണ്, ഒരു ദൈവാനുഭൂതിയാണ്. ആ അനുഭൂതി ഈ ജീവിതാനുഭവത്തെ പരിപോഷിപ്പിക്കുന്നുണ്ട്. അങ്ങനെ വേദനാകരമായ ജീവിതാനുഭവം ദൈവവുമായുള്ള സമാഗമനത്തിനുള്ള ഒരു വേദിയായി മാറുന്നു. അത്ഭുതകരമായി ഫ്രാൻസിസ് ദൈവത്തിന്റെ സ്വരം കേൾക്കുന്നു, പഞ്ചക്ഷതധാരിയായി മാറുന്നു. ഇത് ജീവിതത്തിനകത്ത് ഈ അനുഭൂതികളും അനുഭവങ്ങളും തമ്മിലുള്ള ഒരു ഇടകലരലിനെ കുറിച്ചാണ് നമുക്ക് കാട്ടിത്തരുന്നത്.
അതുകൊണ്ട് ആദ്യം തിരിച്ചറിയേണ്ടത് ജീവിതത്തിനകത്ത് ദൈവം ഇടപെടുന്നതായി ജീവിതം അനുഭവിക്കുന്ന ചില കാര്യങ്ങളാണ്. അല്ലെങ്കിൽ നമ്മുടെ ജീവിതം ക്രിസ്തുവുമായി ചേർത്ത് വെക്കുമ്പോൾ നാം അനുഭവിക്കുന്ന കഷ്ടാനുഭവങ്ങൾക്കകത്ത് ഒരു ഉദ്ധിതാവസ്ഥ നാം അനുഭവിക്കുന്നതാണ് ദൈവാനുഭവം എന്ന തലം. ആത്മീയ അനുഭൂതികൾ അപ്രകാരമുള്ളവയല്ല. ആത്മീയ അനുഭൂതികൾ ഒരു അനുഭൂതിയിൽ നാം ലയിക്കുകയും ആ അനുഭൂതികൾ ഇന്ദ്രിയപരമായ ഉന്നതിയിലേക്ക് നമ്മെ നയിക്കുകയും അങ്ങനെ ദൈവം നമുക്ക് സമീപസ്ഥനാണെന്ന് അല്ലെങ്കിൽ നമ്മിൽ വസിക്കുന്നുവെന്ന് നമ്മിൽ ഇടപെടുന്നുവെന്ന് നമുക്ക് ബോധ്യം നൽകുകയും ചെയ്യുന്ന ചില സന്ദർഭങ്ങളാണ്. വെളിപാടിന്റെ പുസ്തകത്തിൽ 4-ാം അധ്യായത്തിൽ 2-ാം തിരുവചനത്തിൽ നമുക്ക് അങ്ങനെ ഒരു രംഗം കാണാം. അവിടെ ആത്മീയ അനുഭൂതിയിൽ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹ ലയിക്കുകയാണ്. അങ്ങനെ ആത്മീയ അനുഭൂതിയിൽ ലയിക്കുമ്പോൾ അദ്ദേഹം സ്വർഗത്തിൽ ഒരു സിംഹാസനം കാണും. സിംഹാസനത്തിൽ ഒരുവൻ ഇരിക്കുന്നു. കുഞ്ഞാടിനെ കണ്ടുമുട്ടാനായിട്ട് പാസ്മോസ് ദ്വീപിന്റെ കഠിനമായ വേദനകളുടെ അവസരത്തിൽ വിശുദ്ധ യോഹന്നാൻ ശ്ലീഹയ്ക്ക് ഒരു വെളിപാടുണ്ടാകുകയാണ്. ആ വെളിപാടിനകത്ത് ഒരു ദൈവാനുഭൂതിയുടെ തലമാണ് നമ്മളിവിടെ കാണുന്നത്. ഇതൊരു അനുഭൂതിപരമായ കാര്യമാണ്. ഈ അനുഭൂതി യഥാർത്ഥത്തിൽ ജീവിതത്തിന്റെ ക്ലേശങ്ങളെ പരിഹരിക്കാൻ, മറികടക്കാൻ വിശുദ്ധ യോഹന്നാനെ ബലപ്പെടുത്തുന്നുണ്ട്. ആ ബലപ്പെടുത്തുന്ന അനുഭവം ഒരു അനുഭൂതിയിലൂടെയാണ്. ഇതൊരു അനുഭൂതിയായിട്ട് നമുക്ക് കാണാം. 2 കൊരിന്ത്യർ ലേഖനത്തിൽ 12-ാം അധ്യായത്തിൽ 2-3 തിരുവചനങ്ങളിൽ വിശുദ്ധ പൗലോസ് ശ്ലീഹ തന്റെ ജീവിതത്തിൽ ഉണ്ടാവുന്ന ഒരു ആത്മീയ അനുഭൂതിയെ കുറിച്ച് പറയുന്നുണ്ട്. അദ്ദേഹം അതൊരിക്കലും തനിക്കുണ്ടായ കാര്യമായിട്ടല്ല പറയുക, ഏതോ ഒരു മനുഷ്യനുണ്ടായ ഒരു കാര്യമായിട്ടാണ് പറയുക. ഇങ്ങനെ ഉയർത്തപ്പെട്ട ഒരു മനുഷ്യനെ എനിക്ക് അറിയാം എന്നാണ് പറയുക. സ്വന്തമായി താനത് അനുഭവിച്ചു എന്ന് പറയുന്നില്ല. ഇന്ന് എന്തെങ്കിലും അനുഭൂതി ഉണ്ടായാൽ ആ അനുഭൂതിയെക്കുറിച്ചുള്ള പ്രഘോഷങ്ങൾ നമ്മൾ കേൾക്കാറുണ്ട്. ശുദ്ധീകരണ സ്ഥലത്ത് താൻ പോയെന്നും ശുദ്ധീകരണാത്മാക്കളെ കണ്ടെന്നും അങ്ങനെ ദൈവം അടുത്തു വന്നെന്നും ഒക്കെ പറയുന്ന അനുഭൂതിപരമായ കാര്യങ്ങളെക്കുറിച്ച് ഇന്ന് സാധാരണഗതിയിൽ ഉറക്കെ പ്രഘോഷിക്കാൻ നമ്മുടെ പ്രഘോഷകർക്ക് യാതൊരു മടിയില്ല. പൗലോസ് ശ്ലീഹ ദൈവാനുഭവത്തിന്റെ ഉന്നതങ്ങളിലേക്ക് ഉയർന്ന മനുഷ്യൻ പറയുന്നത് ഇങ്ങനൊരു മനുഷ്യൻ എനിക്കറിയാമെന്നാണ്. അമ്മ ത്രേസ്യയ്ക്കും ഇങ്ങനൊരു സംഭാഷണമുണ്ട്. അമ്മ ത്രേസ്യയുടെ ജീവിതത്തിലും ദൈവാനുഭൂതി ഉണ്ടായ കാര്യത്തെക്കുറിച്ച് പറയുമ്പോൾ അത് അമ്മ ത്രേസ്യയ്ക്ക് ഉണ്ടായതായിട്ടല്ല അമ്മ ത്രേസ്യ പറയുക. അമ്മ ത്രേസ്യ പറയുന്നത് അങ്ങനെ ഉണ്ടായ ഒരാളെ എനിക്കറിയാമെന്നാണ്. കാരണം വ്യക്തിപരമായി താനത് അനുഭവിച്ചു എന്ന് ഏറ്റുപറയാനായിട്ട് ഇവർ തയ്യാറല്ല. അത് മഹത്വത്തിന്റെ ഒരു ലക്ഷണമാണ്. 2 കൊരിന്ത്യർ ലേഖനം 12-ാം അധ്യായം 2-ാം തിരുവചനം പറയാണ്, 14 വർഷങ്ങൾക്ക് മുമ്പ് 3-ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ടൊരു മനുഷ്യനെ ക്രിസ്തുവിൽ എനിക്കറിയാം. എന്നിട്ട് പറയുന്നത് എങ്ങനെയാണ്? ശരീരത്തോടു കൂടെയോ അല്ലാതെയോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ, ആ ദൈവത്തിന് മാത്രമേ അറിയൂ. നമ്മുടെ ജീവിതത്തിൽ ഒരു അനുഭൂതി ദൈവത്തോട് നമ്മെ ചേർത്ത് നിർത്താൻ ഉപകരിക്കുന്ന കാര്യമാണ്. ദൈവാനുഭവങ്ങൾ ജീവിതത്തെ തിരിച്ചറിയാനും ക്രിസ്തുവിൽ മുന്നേറാനും പ്രേരിപ്പിക്കുന്ന കാര്യമാണ്. രണ്ടിനും 2 അർത്ഥങ്ങളാണുള്ളത്. കഠിനമായ സങ്കടാവസ്ഥ ഉണ്ടാവുന്നു, എല്ലാവരും കൈവിട്ടു പോകുന്നു, ഒറ്റപ്പെട്ടു പോകുന്നു. അങ്ങനെ ഒറ്റപ്പെട്ടു പോകുന്ന സമയത്ത് ഒറ്റപ്പെട്ടു പോകുന്ന ക്രിസ്തുവിന് ജീവിതത്തെ അനുഭവിക്കാൻ പറ്റും. അപമാനിതരായി തീരുമ്പോൾ, എല്ലാവരും കുറ്റപ്പെടുത്തപ്പെടുമ്പോൾ പിലാത്തോസിന്റെ അരമനയിൽ ശിരസ് കുമ്പിട്ട് കുറ്റങ്ങൾ എല്ലാം കേട്ടു നിൽക്കുന്ന ഒരനുഭവത്തിലേക്ക് നമുക്ക് ഉയരാൻ പറ്റും. അവിടെ നമ്മുടെ ജീവിതത്തിന്റെ കഷ്ടാനുഭവം ക്രിസ്തുവിൽ നമുക്ക് ആത്മീയ അനുഭവമാക്കി മാറ്റാൻ പറ്റും. നമ്മൾ കടുത്ത ദാരിദ്ര്യവും വിഷമവും അനുഭവിക്കുന്നു, കിടക്കാനിടയില്ലെന്നിരിക്കട്ടെ. ആ സമയത്ത് കിടക്കാനിടമില്ലാതെ, തലചായ്ക്കാൻ ഇടമില്ലാതെ പോയൊരുവനെ, ദാരിദ്ര്യത്തിലേക്ക് വന്ന ഒരുവനെ 2 കൊരിന്ത്യർ 8-9 പറയുന്ന എല്ലാറ്റിന്റെയും ഉടയവനായിരിക്കെ നമ്മെ പ്രതി എല്ലാം ഉപേക്ഷിച്ച ഒരുവനെ നമുക്ക് കണ്ടുമുട്ടാൻ പറ്റും. അങ്ങനെ കണ്ടുമുട്ടുമ്പോൾ ജീവിതത്തിനകത്ത് ക്രിസ്തുവിനെ അനുഭവിക്കാൻ പറ്റും. ഇത് ജീവിതാനുഭവങ്ങൾക്കകത്ത് ദൈവാനുഭവം പകരുന്ന കാര്യമാണ്. അനുഭൂതികളാകട്ടെ അങ്ങനെയല്ല. അനുഭൂതികൾ നമ്മുടെ പ്രാർത്ഥനയുടെ വേളകളിൽ നമ്മുടെ ജീവിതത്തിന്റെ വ്യാകുലങ്ങൾക്കകത്തും ദൈവത്തെ നമുക്ക് അനുഭൂതിപരമായി തിരിച്ചറിയാനും അനുഭവിക്കാനും ആശ്വാസം അനുഭവിക്കാനും കഴിയുന്ന കാര്യമാണ്. അതുകൊണ്ട് അനുഭൂതികളെ വേറെയായിട്ട് കാണണം, എക്സ്പീരിയൻസിനെ വേറെയായിട്ട് കാണണം. പലപ്പോഴും നമ്മൾ ഈ അനുഭൂതികളെയാണ് എക്സ്പീരിയൻസ് ആയിട്ട് പറയുന്നത്, ഫീലിങ്ങിനെയാണ് എക്സ്പീരിയൻസ് ആയിട്ട് പറയുന്നത്. അതുകൊണ്ട് സാധാരണ കേൾക്കാറില്ല, എനിക്ക് മാതാവ് വന്ന അനുഭവം ഉണ്ടായി, എനിക്ക് കുളിരുണ്ടായി, മഴ പെയ്യുന്നത് പോലെ തോന്നി, തീക്കകത്ത് നിൽക്കുന്നത് പോലെ തോന്നി, സുഗന്ധം അനുഭവപ്പെട്ടു എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ വാസ്തവത്തിൽ അനുഭൂതികളാണ്, ദൈവാനുഭവങ്ങളല്ല. അനുഭൂതികളെ അനുഭൂതികളായിട്ട് കാണണം. അതിന് ഒരു കാരണമുള്ളത്, ഈ അനുഭൂതികളൊന്നും ഫലം പുറപ്പെടുവിക്കുന്നവയല്ല. ഇത് ആർക്ക് വേണമെങ്കിലും ചെയ്യാം. പിശാചിനും ഇതേ കാര്യങ്ങൾ തന്നെ ചെയ്യാൻ പറ്റും. ഈ അനുഭൂതികളൊക്കെ പിശാചിനും നമുക്ക് ഉണ്ടാക്കി തരാൻ പറ്റും. കാരണം ഇന്ദ്രിയപരമാണ്, ശരീരത്തെ സംബന്ധിച്ച കാര്യങ്ങളാണ്. മറ്റത് അങ്ങനെയല്ല. നമ്മുടെ ജീവിതത്തിന്റെ ഒരു വേദനയെ, ജീവിതത്തിൽ നാം നേരിടുന്ന ഒരു അവസ്ഥയെ നന്മയോ തിന്മയോ ആയി ഭൗമികമായി നമുക്ക് അനുഭവപ്പെടുന്ന ഏത് കാര്യമാകട്ടെ അത് ക്രിസ്തുവിൽ അനുഭവിക്കാൻ കഴിയുകയാണ്. അങ്ങനെ ക്രിസ്തുവിൽ അനുഭവിക്കുന്നതിന്റെ പേരാണ് ദൈവാനുഭവം. മറ്റത് അനുഭൂതിയാണ്. അത് ദൈവാനുഭൂതിയായിട്ട് നമുക്ക് പറയാം.
ഒരുപക്ഷെ അതിൽ വീഴ്ചയും ഉണ്ടാകാം. കാരണം അത് പൈശാചികമായ സ്വാധീനങ്ങളിൽപ്പെട്ടുള്ള അനുഭൂതികളും ആകാം. അപ്പൊ അനുഭൂതികളെ നമ്മൾ തിരിച്ചറിയണം, അനുഭവങ്ങളെയും തിരിച്ചറിയണം. ഇനി നമ്മളെല്ലാവരും പ്രാർത്ഥനയിൽ ദൈവാനുഭവം തേടുന്നവരാണ്. ഈ അനുഭൂതിയാണ് ഉദ്ദേശിക്കുന്നത്. പ്രാർത്ഥനയിൽ ദൈവാനുഭവം തേടുക എന്ന് പറഞ്ഞാൽ പ്രഥമമായിട്ട് നമ്മൾ അനുഭൂതികളെ ഉദ്ദേശിക്കുന്നു. അപ്പൊ നമ്മുടെ ജീവിതത്തിൽ ഒരു ദൈവവുമായി സംസാരിക്കണം, ദൈവം പറയുന്നത് കേൾക്കണം, ദൈവം അടുത്തു വന്നത് അനുഭവിക്കണം, ദൈവം അകമയുള്ളത് അനുഭവിക്കാൻ പറ്റണം എന്നൊക്കെ ആഗ്രഹിക്കാത്തവരായ ആരുമില്ല. ഇത് വളരെ പെട്ടെന്ന് കിട്ടണമെന്നാണ് നമ്മുടെ ആഗ്രഹം. നമ്മളൊക്കെ അങ്ങനെയാണല്ലോ. ഒരു ക്യാപ്സൂൾ കൊണ്ട് കാര്യം നടക്കണമെന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. അപ്പൊ നമ്മൾ പ്രത്യേകിച്ചും ഈ തിരക്കേറിയ ലോകത്ത്, സമയം വളരെ പ്രധാനപ്പെട്ടാണെന്ന് കരുതുന്ന ലോകത്ത് നമുക്ക് ക്ഷമയും സ്ഥൈര്യവും നഷ്ടപ്പെടും. പ്രാർത്ഥനയിൽ ഏറ്റവും പ്രധാനമായിട്ട് വേണ്ടത് ക്ഷമയും സ്ഥൈര്യവുമാണ്. നമ്മൾ എന്തെങ്കിലും ഒരു ഫലം പ്രതീക്ഷിച്ചുകൊണ്ട് ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കരുത്. ഒരു അനുഭൂതി പ്രതീക്ഷിച്ചോ ഒരു അനുഭവം പ്രതീക്ഷിച്ചോ ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കരുത്. ആദ്യമേ നമുക്ക് വേണ്ടൊരു നിലപാടതാണ്. മിസ്റ്റർ ജോൺ ഓഫ് തിക്കോസ് അതിനെക്കുറിച്ചൊക്കെ പറയുന്നുണ്ട്. ഈ ആത്മീയ അനുഭൂതികളും ദൈവത്തിലേക്ക് എത്തിച്ചേരാൻ ഗുണകരമെന്നല്ലെന്നാണ് ജോൺ പറയുക. അതിന് കാരണം ഇതാണ്. കാരണം അനുഭൂതികളുടെ പിന്നാലെ പായുമ്പോൾ ഈ അനുഭൂതികളിൽ നമ്മൾ രമിച്ചു പോകാനിടയുണ്ട്, ഭ്രമിച്ചു പോകാനിടയുണ്ട്. യഥാർത്ഥത്തിൽ ഈ അനുഭൂതികളായിരിക്കും പിന്നെ നമ്മുടെ ലക്ഷ്യം. ഇപ്പൊ നമ്മൾ പ്രാർത്ഥിക്കുമ്പോൾ ഒരു കുളിരുണ്ടായെന്നിരിക്കട്ടെ. അങ്ങനെ കുളിരുണ്ടായാൽ പിന്നെ നമ്മുടെ ശ്രദ്ധ മുഴുവൻ എവിടെയായിരിക്കും? കുളിര് വരുന്നുണ്ടോ എന്നായിരിക്കും. നമ്മൾ ദൈവത്തിന്റെ അടുത്തിരിക്കുകയാണ്. ദൈവത്തിന്റെ അടുത്തിരിക്കുക, ദൈവവുമായി ബന്ധത്തിലാകുക എന്നതിന് പ്രത്യേകമായ ഒരു അനുഭവമോ ഒരു അനുഭൂതിയോ ഉണ്ടാകണമെന്ന പ്രതീക്ഷ നമുക്ക് പാടില്ല. സ്ഥൈര്യത്തോടെ ദൈവത്തിന്റെ സന്നിധിയിലാണെന്ന ബോധത്തോടെ അവിടത്തെ സന്നിധിയിൽ ഇരിക്കുക മാത്രമേ കരണീയമായിട്ടുള്ളൂ. ഇതാദ്യം തിരിച്ചറിയണം. തിരക്കിട്ട ഓട്ടങ്ങളല്ല അതിനാവശ്യം. നമ്മുടെ ജീവിതത്തിനകത്ത് ദൈവം ഇടപെടുന്നുണ്ട് എന്ന വിശ്വാസത്തോടെ ദൈവസന്നിധിയിൽ നമുക്ക് ഇരിക്കാൻ പറ്റണം. ചത്തതുപോലെ കൊത്തിയിരിക്കാൻ പറ്റണം. നമ്മുടെ സ്വാഭാവികമായ പ്രകൃതി എങ്ങനെയാ? കുരങ്ങിന്റെ പ്രകൃതിയാ. കുരങ്ങിന്റെ പോലെയാണെന്നാ പറയാ. ആ കുരങ്ങിന്റെ മനസ്സെങ്ങനെ വെച്ചാൽ ആ കുരങ്ങ് മദ്യപിച്ചു. അപ്പൊ സാധാരണ തന്നെ കുരങ്ങ് ഒരു നിമിഷം പോലും വെറുതെ ഇരിക്കില്ല. ആ കുരങ്ങ് മദ്യപിച്ചു. ആ മദ്യപിച്ച കുരങ്ങിന് ബാധ കൂടി കഴിഞ്ഞപ്പോൾ പിന്നെ ഒട്ടും നിൽപ്പില്ലാണ്ടായി. പിന്നെ അതിന് ചിത്തഭ്രമം ബാധിച്ചു. അപ്പൊ അത് ബഹളം വെക്കാൻ തുടങ്ങി. അങ്ങനെ ബഹളം വെക്കുന്ന കുരങ്ങിന്റെ വാലിൽ ഒരു തേള് കൂടി കുത്തി. ഇപ്പൊ കുരങ്ങ് വട്ടം കറങ്ങാൻ. ഇതേപോലെയാണ് നമ്മുടെ അവസ്ഥ. പ്രാർത്ഥിക്കുമ്പോൾ തോന്നും എഴുന്നേറ്റ് പോകാമെന്ന്, എഴുന്നേറ്റ് പോകുമ്പോൾ തോന്നും ഇരുന്ന് പ്രാർത്ഥിക്കേണ്ടതെന്ന്. ഇങ്ങനെ ഒരു ചഞ്ചലിപ്പിലാണ് എപ്പോഴും. അതുകൊണ്ട് സ്ഥൈര്യം എന്നത്, ഇരിക്കുക എന്നത് ഒരു പ്രധാനപ്പെട്ട കാര്യമാണ്. ആദ്യമേ ഓർക്കേണ്ട കാര്യം അടങ്ങിയിരിക്കാൻ നമ്മൾ പഠിക്കണം. നമ്മൾ കുറെ നേരം വെറുതെ ഇരിക്കും, പക്ഷെ അടങ്ങിയിരിക്കില്ല. നമ്മളെന്തെങ്കിലും ചിന്തിച്ചുകൊണ്ടിരിക്കും, ആലോചിച്ചുകൊണ്ടിരിക്കും, ഏതെങ്കിലും വിചാരങ്ങളിൽ പെട്ടുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ ഇപ്പോഴൊക്കെ ആണെങ്കിൽ മൊബൈലൊക്കെ തോണ്ടിക്കൊണ്ടിരിക്കും. ഇങ്ങനെ നിരന്തരമായി നമ്മൾ അസ്വസ്ഥനായിക്കൊണ്ടിരിക്കും. ഈ അസ്വസ്ഥതയിൽ നിന്ന് നമ്മൾ ഒരു സ്ഥിരതയിലേക്ക് വരണം. നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, ഒരു കലങ്ങിയ കുളത്തിനകത്ത് നമുക്ക് അതിന്റെ അടിയിൽ കിടക്കുന്ന ഒരു കല്ല് കാണാൻ കഴിയില്ല. നമുക്ക് ഈ കല്ലെടുക്കാൻ വേണ്ടി കലക്കത്തെ മാറ്റാനായിട്ട് നമ്മുടെ കയ്യിലൊരു വിദ്യയില്ല. നമ്മൾ ബലപ്രയോഗം നടത്തുന്തോറും ഈ കുളം കൂടുതൽ കലങ്ങിക്കൊണ്ടിരിക്കും. അപ്പൊ ഏറ്റവും വേണ്ടത് എന്താ? ശാന്തമായിരിക്കുക എന്നാണ്. അതുകൊണ്ടാണ് സങ്കീർത്തനം 46:10 പറയുന്നത്, ശാന്തമാകുക, ഞാൻ ദൈവമാണെന്നറിയുക, അടങ്ങിയിരിക്കുക. ദൈവം നിന്റെ ജീവിതത്തിൽ ഉണ്ട് എന്ന ബോധ്യത്തോടെ, ദൈവം നിന്റെ അകത്ത് വസിക്കുന്നു എന്ന ബോധ്യത്തോടെ, ദൈവത്തിന്റെ കരങ്ങളിലാണ് ഇരിക്കുന്നത് എന്ന ബോധ്യത്തോടെ, എവിടെയായിരിക്കുമ്പോഴും ദൈവസന്നിധിയിലാണെന്ന ബോധ്യത്തോടെ കുത്തിയിരിക്കാൻ പഠിക്കുക. ഇതൊരു ദിവസം കൊണ്ട് സാധിക്കാവുന്ന കാര്യമാണെന്ന് വിചാരിക്കേണ്ട. ഒരു ദിവസം കൊണ്ട് അങ്ങനെ ഇരിക്കാൻ കഴിയില്ല. പെട്ടെന്ന് ചെന്നിട്ട് ഓടിച്ചാടി ചെന്നിട്ട് അങ്ങനെ ഇരിക്കാൻ കഴിയില്ല. രാത്രിയിൽ പ്രാർത്ഥിച്ച് വിശ്വാസത്തോടെ പ്രാർത്ഥിച്ച് സമാധാനത്തോടെ ഉറങ്ങുന്ന ഒരാൾക്ക് രാവിലെ അങ്ങനെ ഇരിക്കാൻ പറ്റും. രാത്രിയിൽ അസ്വസ്ഥനായി കിടക്കുന്ന ഒരാൾക്ക് ഒരിക്കലും രാവിലെ എഴുന്നേറ്റ് ഇരിക്കാൻ കഴിയില്ല. ഒരു ദിവസം കൊണ്ട് നേടാൻ പറ്റില്ല എന്ന് പറയേണ്ട കാര്യം അതാണ്. മനസ്സിനാണ് നമുക്ക് ഈ കലക്കമുള്ളത്. ദൈവാഭിമുഖ്യത്തിലേക്ക് തിരിയാൻ ആത്മാവ് ദാഹിക്കുന്നുണ്ട്, ഹൃദയം ദാഹിക്കുന്നുണ്ട്, പക്ഷെ മനസ്സ് ചഞ്ചലമാണ്. അപ്പൊ ചഞ്ചലപ്രകൃതിയായ മനസ്സിനെ ഒതുക്കിയിരുത്തുക എന്നുള്ളതിന് ആദ്യം ചെയ്യേണ്ടത് ഈ ശരീരത്തിനകത്ത് മനസ്സിനെ ഒതുക്കിയിരുത്താൻ പഠിക്കണം. ആദ്യം ശരീരം അങ്ങനെ ഇരിക്കാൻ പഠിക്കണം. ഇതൊരു ബലപ്രയോഗം എന്നല്ല കേട്ടോ. ഇത് ഇങ്ങനെ ധ്യാനിച്ചാൽ നിങ്ങൾക്ക് ഒരു ദൈവാനുഭവം ഉണ്ടാകും എന്ന് പറയാൻ വേണ്ടിയല്ല. ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കാൻ മനസ്സിനെ അടക്കണം. അപ്പൊ മനസ്സിനൊരു അടക്കം ഉണ്ടാകണം, ഇരിക്കാൻ പഠിക്കണം. മനസ്സടങ്ങണമെങ്കിൽ ആദ്യം ശരീരം അടങ്ങണം. ശരീരം അടക്കി മനസ്സടക്കി ഇരിക്കാൻ പറ്റണം. വിശുദ്ധ മത്തായി സുവിശേഷം 6-ാം അധ്യായം 6-ാം തിരുവചനം
നിങ്ങൾ പ്രാർത്ഥിക്കാൻ ആഗ്രഹിക്കുമ്പോൾ നിങ്ങൾ മുറിയിലേക്ക് കടന്ന് കതകടയ്ക്കണം എന്ന് പറയുന്നതിന്റെ കാര്യം ഇതാണ്. മുറിക്കകത്ത് കിടന്ന് കതകടയ്ക്കാനല്ല, ഇന്ദ്രിയങ്ങളെ നമുക്ക് അടയ്ക്കാൻ പറ്റണം. കണ്ണ്, കാത്, നാക്ക്, മൂക്ക്, ത്വക്കൊക്കെ നിയന്ത്രണത്തിലേക്ക് നമുക്ക് കൊണ്ടുവരാൻ പറ്റണം. അങ്ങനെ നമ്മൾ ഇരിക്കുമ്പോൾ നമുക്ക് അനുഭൂതികൾ ഉണ്ടാകും, അനുഭവങ്ങളും ഉണ്ടാവും. അനുഭവങ്ങൾ ഉണ്ടാകുന്ന ജീവിതാനുഭവങ്ങളാണ്. അവ ക്രിസ്തുവിൽ നമുക്ക് അനുഭവിക്കാൻ പറ്റും. അനുഭൂതികൾ നമുക്ക് ഇന്ദ്രിയപരമായ ഉയർച്ച ഉണ്ടാക്കും. ആ ഉയർച്ച ദൈവാഭിമുഖ്യത്തിലേക്ക് നമ്മളെ നയിക്കും. ഇനി ഇങ്ങനെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ നമ്മൾ ആത്മീയമായ ഐക്യത്തിലേക്ക് വരാനാണ് ആഗ്രഹിക്കുന്നത്, ദൈവമായിട്ട് ഒന്നുചേരാനാണ് ആഗ്രഹിക്കുന്നത്, ദൈവം പറയുന്നത് കേൾക്കാനാണ് ആഗ്രഹിക്കുന്നത്, ദൈവം കൂടെ ഉണ്ടെന്ന ബോധ്യത്തിലേക്ക് വരാനാണ് ആഗ്രഹിക്കുന്നത്. ഇതൊന്നും തെറ്റായ കാര്യമല്ല. പക്ഷേ ഇതിനൊന്നും നമ്മുടെ ഭാഗത്ത് നിന്ന് ഒരു ബലപ്രയോഗവും പാടില്ല. നമ്മൾ ജപമാല അർപ്പിക്കുന്നു, ജപമാലയ്ക്ക് ശേഷമാണ് നമ്മൾ ഇരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ യേശുനാമം ജപിക്കുന്നു, അല്ലെങ്കിൽ വചനം ധ്യാനിക്കുന്നു. ഇതിനെല്ലാം ശേഷം നമ്മൾ നിശ്ചേഷ്ടനായി നിശ്ചലനായി ദൈവത്തിന്റെ സന്നിധിയിൽ ഇരിക്കണം. ദൈവം പറയുന്നത് കേൾക്കാനിരിക്കണം. അങ്ങനെ കേൾക്കാനിരിക്കുമ്പോൾ ഉണ്ടാകുന്ന 3 തടസ്സങ്ങളാണ് നമ്മളെന്ന് പറയുക. ദൈവവുമായിട്ടുള്ള ബന്ധത്തിൽ വരാൻ ഒരു 3 തടസ്സങ്ങൾ. അതിൽ ഒന്നാമത്തെ തടസ്സം, ദൈവം എങ്ങനെ സംസാരിക്കണം, ദൈവം എങ്ങനെ ഇടപെടണം, ദൈവം എങ്ങനെയായിരിക്കും ഇടപെടുക എന്നുള്ള നമ്മുടെ മുൻധാരണയാണ്. നമുക്കൊരു മുൻധാരണ വെച്ചുകൊണ്ട് ദൈവത്തെ സമീപിക്കാൻ സാധ്യമല്ല. കാരണം പരിശുദ്ധാത്മാവിന്റെ പ്രവൃത്തിയാണ്. പരിശുദ്ധാത്മാവ് ആത്മാവിന്റെ ഇംഗിതമനുസരിച്ച് പ്രവർത്തിക്കും. ദൈവാത്മാവിന്റെ പ്രവർത്തനത്തെ എന്തെങ്കിലും തരത്തിൽ മുൻവിധിയോടെ കണ്ടുകൂടാ. ദൈവം ഇങ്ങനെയായിരിക്കും സംസാരിക്കുക, ദൈവം ഇങ്ങനെയായിരിക്കും അടുത്തു വരിക, ദൈവം ഒരു സുഗന്ധത്തിലൂടെ ആയിരിക്കും അടുത്തു വരിക, ഇത്യാദിയുള്ള ഒരു തരം ചിന്തകളും ഒരു മുൻവിധികളും ഉണ്ടായിക്കൂടാ. ഒരിക്കൽ ഒരുപക്ഷെ പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഒരു സുഗന്ധാനുഭവമായിരിക്കും ഉണ്ടായിട്ടുള്ളത്. വീണ്ടും ഇരിക്കുമ്പോൾ നമ്മൾ ആലോചിക്കുകയാണ്, സുഗന്ധം വരുന്നില്ലല്ലോ, അപ്പൊ ദൈവം വന്നില്ലേ എന്ന് ചിന്തിക്കരുത്. ഒരു പ്രാവശ്യം നമുക്കുണ്ടായത് ഒരു ആത്മീയമായ ഉണർവാണ്. നമ്മൾ ഉടനെ തന്നെ ആ അവസ്ഥ വീണ്ടും ഉണ്ടാകുമെന്ന് ആലോചിക്കുകയാണ്. ഇപ്പൊ നമ്മൾ കെട്ടപ്പെടുന്നത് ഈ മുൻധാരണയിലാണ്. ഇങ്ങനെ മുൻധാരണയിലൂടെ കെട്ടപ്പെട്ടാൽ ഒരു കുഴപ്പമെന്ന് വെച്ചാൽ, യഥാർത്ഥത്തിൽ ആ സമയത്ത് ദൈവം നമ്മൾ പ്രവർത്തിക്കാൻ ആഗ്രഹിക്കുന്ന അല്ലെങ്കിൽ അനുഭവപ്പെടുത്താൻ ആഗ്രഹിക്കുന്ന അനുഭൂതി നഷ്ടമായി പോകും. അനുഭൂതികളൊന്നും മോശമല്ല, ദൈവാനുഭൂതികളൊന്നും പൂർണ്ണതയല്ല, പക്ഷെ അവയൊന്നും മോശമല്ല. ദൈവം നമ്മുടെ അടുത്ത് വരുന്ന ഒരു അനുഭവം ഇന്ദ്രിയപരമായി നമുക്ക് അനുഭവിക്കാൻ കഴിയുമ്പോൾ ഇന്ദ്രിയങ്ങളിൽ നിന്ന് വിമോചിതരായി ആത്മാവിന്റെ അർത്ഥത്തിലേക്ക് തിരിയാൻ നമുക്ക് കഴിയും. പക്ഷേ ആ അനുഭവം ഇങ്ങനെയായിരിക്കും എന്ന ഒരു മുൻധാരണ നമുക്കുണ്ടെങ്കിൽ നിശ്ചയമായും അതോടെ ദൈവവുമായി അനുഭൂതിയിലൂടെ ബന്ധപ്പെടാനുള്ള ആ സാധ്യത അടഞ്ഞുപോകും. ദൈവം സംസാരിക്കുന്ന സ്വരമായിട്ടായിരിക്കും ചിലപ്പോൾ കേട്ടത്. അപ്പൊ അതേപോലെ വീണ്ടും സംസാരിക്കും ദൈവം എന്നായിരിക്കും നമ്മൾ ചിന്തിച്ചുകൊണ്ടിരിക്കുക. അല്ലെങ്കിൽ ദൈവം ഇങ്ങനെ ആവണം സംസാരിക്കേണ്ടത്, ദൈവം ഇങ്ങനെ ആവണം അനുഭവം തരേണ്ടത്, ആത്മീയമായി ഒരു അനുഭവം എനിക്ക് ആഗ്രഹമുണ്ട്, ഒരു അനുഭൂതി എനിക്ക് ആവശ്യമുണ്ട് എന്ന ധാരണയിൽ ദൈവസന്നിധിയിൽ ഇരുന്നാൽ നിശ്ചയമായിട്ടും നിങ്ങൾ നിരാശരായി മടങ്ങേണ്ടി വരും. അവിടെ ദൈവാനുഭവം ഉണ്ടാകില്ല. മാത്രമല്ല, പൈശാചികമായ തിന്മകൾ ഏതെങ്കിലും തരത്തിലുള്ള അനുഭൂതികളിലൂടെ നിങ്ങളെ വഞ്ചിക്കുകയും ചെയ്തേക്കാം. അപ്പൊ ഒരു അനുഭൂതിയെ പ്രതീക്ഷിച്ചോ, ഏതെങ്കിലും തരത്തിലുള്ള അനുഭൂതിയെ പ്രതീക്ഷിച്ചോ, ഏതെങ്കിലും തരത്തിലുള്ള ഒരു അനുഭവത്തെ പ്രതീക്ഷിച്ചോ, ദൈവസ്വരത്തെ പ്രതീക്ഷിച്ചോ ദൈവസന്നിധിയിൽ ഇരിക്കരുത്. ദൈവസന്നിധിയിൽ ഇരിക്കുക എന്നത് മാത്രമേ നമുക്ക് ചെയ്യാനുള്ളൂ. പരിശുദ്ധാത്മാവ് ആത്മാവിന്റെ ഇംഗിതം അനുസരിച്ച് പ്രവർത്തിക്കട്ടെ. ആത്മാവിന്റെ ഇംഗിതത്തിന് തടസ്സം നിൽക്കുന്ന ഒരു വിചാരബോധ്യവും നമുക്കുണ്ടായിക്കൂടാ. അങ്ങനെ ഉണ്ടായാൽ ഇതറിയുന്ന പിശാച് അനുഭൂതികളിലൂടെ നമ്മെ നയിക്കാം. അങ്ങനെ അനുഭൂതികളിലൂടെ നയിക്കപ്പെടുന്ന നാം ദൈവാനുഭവമാണെന്ന് തെറ്റിദ്ധരിച്ച് ഈ അനുഭൂതികളിൽ കുടുങ്ങി നമ്മുടെ ദൈവിക ഐക്യത്തിലേക്കുള്ള പ്രവേശനത്തെ തടസ്സപ്പെടുത്താം. അവർ പറഞ്ഞതിനെ ചുരുക്കാർത്ഥത്രേ ഉള്ളൂ, ഒരു മുൻവിധിയും പാടില്ല, ഒരു മുൻവിധിയും പാടില്ല, ഒരു പ്രതീക്ഷയും പാടില്ല. ദൈവം ഇപ്പോൾ പ്രവർത്തിക്കുമെന്ന് പ്രതീക്ഷിച്ച് ഏതെങ്കിലും തരത്തിലൊരു അനുഭൂതി കിട്ടുമെന്ന് പ്രതീക്ഷിച്ച് പ്രാർത്ഥിക്കാനിരിക്കരുത്. പ്രാർത്ഥിക്കാനിരിക്കുന്നത് ദൈവസന്നിധിയിലാണ്. ദൈവാത്മാവിനെ സമ്പൂർണ്ണമായി വിധേയപ്പെടുത്തുക, സ്വയം ഉപേക്ഷയാണ് അവിടെ നമുക്ക് ആവശ്യമായിട്ടുള്ളത്. യഥാർത്ഥത്തിൽ ദൈവിക അനുഭൂതികളിലേക്ക് നാം പ്രവേശിക്കുന്നത് നമ്മുടെ ഒരു ചിന്ത കൊണ്ടോ ഭാവന കൊണ്ടോ അല്ല, അത് ദൈവാത്മാവിന്റെ പ്രവർത്തനം വഴിയാണ്. അപ്പൊ ചിന്തയും ഭാവനയും അവിടെ ഉണ്ടാകുമ്പോൾ നമ്മുടെ ചിന്തയും ഭാവനയും നമ്മളെ വഞ്ചിച്ചേക്കാം, മനുഷ്യാത്മാവ് തന്നെ നമ്മെ വഞ്ചിച്ചേക്കാം, ഇനി അശുദ്ധാത്മാവ് വഞ്ചിച്ചേക്കാം. യഥാർത്ഥ ദൈവാനുഭവം ഉണ്ടാകുന്നത് തിരിച്ചറിയാതെ നമ്മൾ ആത്മീയ വഴിയിൽ വീണുപോയേക്കാം. അതുകൊണ്ട് പ്രാർത്ഥിക്കാനിരിക്കുമ്പോൾ ഉണ്ടാകേണ്ട ഒരു കാര്യം, മുൻവിധികൾ ഒഴിവാക്കുക.
ദൈവം ഇങ്ങനെയായിരിക്കും സംസാരിക്കുമ്പോൾ പൗലോസ്ലീഹ 3-ാം സ്വർഗം വരെ ഉയർത്തപ്പെട്ട കാര്യം പറഞ്ഞല്ലോ. അപ്പോൾ ഉയർത്തപ്പെടുമോ എന്ന് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ ഉയർത്തപ്പെടുമോ എന്ന ചിന്തയിൽ കുടുങ്ങിപ്പോവും. അമത്രേസ്യ പറയുന്നുണ്ട്, അങ്ങനെ പ്രാർത്ഥിച്ചിരുന്നപ്പോ ഉയർത്തപ്പെട്ടതായിട്ട് പറയുന്നുണ്ട്, അതിൽ കുടുങ്ങിപ്പോവും. വിശുദ്ധ കൊച്ചുത്രേസ്യ സ്വർഗസ്ഥനായ പിതാവേ എന്ന ഒറ്റ വാചകം, ആ പ്രാർത്ഥനയിലെ ഒറ്റ വാചകം 4 മണിക്കൂറാണ് ധ്യാനിച്ചിരുന്നത്. നമ്മൾ ആ ഒരു വചനവും വെച്ചുകൊണ്ട് ബലം പിടിച്ചു കുത്തിയിരുന്നാൽ കൊച്ചുത്രേസ്യ ആയിത്തീരുവോ? കൊച്ചുരസിക്കേണ്ട അനുഭവം നമുക്കുണ്ടാവും. ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഇങ്ങനെ അനുഭവങ്ങളിൽ പകർച്ചയൊന്നുമല്ല, നമുക്ക് വ്യക്തിപരമായി ദൈവം നൽകേണ്ട കാര്യമാണ്. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മനസ്സിലാവുന്ന ഭാഷയിൽ, നമുക്ക് അനുഭവിക്കാവുന്ന രീതിയിൽ, നമുക്ക് ബോധ്യമാകാവുന്ന രീതിയിലാണ് ദൈവം പ്രവർത്തിക്കുക. അത് നമുക്ക് വേണ്ടി മാത്രമുള്ള കാര്യമാണ്. ഈ അനുഭൂതികളൊന്നും മറ്റുള്ളവർക്ക് വേണ്ടിയുള്ളതല്ല, പ്രസിദ്ധപ്പെടുത്താനുള്ളവയുമല്ല. തികച്ചും വ്യക്തിപരമായ നിങ്ങളുടെ ആത്മാവിനെ ദൈവത്തിലേക്ക് ഉയർത്താൻ സഹായകരമാകുന്ന അനുഭൂതികൾ, അത് ആത്മീയ അനുഭൂതികൾ നിങ്ങൾക്ക് ലഭിക്കാം. ഈ ആത്മീയ അനുഭൂതികൾ നിശ്ചയമായും നിങ്ങളുടെ ആത്മാനുഭവത്തെ ഉയർത്തുന്നവയാണ്. പക്ഷെ അവയെക്കുറിച്ച് മുൻധാരണ പാടില്ല, പ്രതീക്ഷ പാടില്ല. അവയ്ക്ക് വേണ്ടി ആകരുത് ദൈവസന്നിധിയിൽ ഇരിക്കുന്നത്. ദൈവസന്നിധിയിൽ സ്വയം ഉപേക്ഷയുടെ ഭാഗത്ത് നമുക്ക് ഇരിക്കാൻ പറ്റണം. എന്റെ കർത്താവിന്റെ മുൻപിൽ ഇതാ ഞാൻ. 1 സാമുവേലിന്റെ പുസ്തകത്തിൽ 3-ാം അധ്യായത്തിൽ 4 മുതൽ 10 വരെയുള്ള തിരുവചനങ്ങളിൽ സാമുവേലിന് ഉണ്ടാകുന്ന ഒരു ദൈവാനുഭവത്തെ കുറിച്ച് പറയുന്നുണ്ട്. ഏലി പുരോഹിതന്റെ അടുത്താണല്ലോ സാമുവേൽ ദേവാലയത്തിൽ നിൽക്കുക. സാമുവേലിനെ രാത്രി കർത്താവ് വിളിക്കുകയാണ്, സാമുവേൽ സാമുവേൽ. ഏലിയാണ് വിളിച്ചതെന്ന് വിചാരിച്ച് 2-3 തവണ സാമുവേൽ ഏലിയുടെ അടുത്ത് ചെല്ലും, എന്നെ വിളിച്ചു അന്ന്. അവസാനം 9-ാം തിരുവചനമാകുമ്പോഴത്തേക്കും ഏലിക്ക് മനസ്സിലായി വിളിച്ചത് താനല്ല, കർത്താവാണ് വിളിച്ചത്. അതുകൊണ്ട് പോയി കിടന്നോളാൻ പറയും. ഇനി വിളിക്കുകയാണെങ്കിൽ ഇതാ അങ്ങയുടെ ദാസൻ അരുൾ ചെയ്താലും എന്ന് പറഞ്ഞാൽ മതി എന്ന് പറയും. അപ്പോഴാണ് സാമുവേൽ 3:10, 1 സാമുവേൽ 3:10 സാമുവേൽ ദൈവം വിളിക്കുമ്പോൾ ഇതാ അങ്ങയുടെ ദാസൻ ശ്രവിക്കുന്നു, അരുൾ ചെയ്താലും. ദൈവാനുഭവത്തെ എന്തെങ്കിലും തരത്തിൽ ഒരു മുൻധാരണയില്ലാതെ സമീപിക്കണം. ദൈവം സംസാരിക്കുമെന്നത് തീർച്ചയാണ്. പക്ഷെ ദൈവം എപ്പോൾ സംസാരിക്കും, എങ്ങനെ സംസാരിക്കും, എന്ത് സംസാരിക്കും, എന്തിനു സംസാരിക്കും എന്ന കാര്യത്തെക്കുറിച്ചൊന്നും ഒരു ചിന്തയുമില്ലാതെ, അതിനെക്കുറിച്ചൊന്നും ഒരു വ്യാകുലമില്ലാതെ, അതിലൊന്നും കെട്ടപ്പെട്ടു പോകാതെ ദൈവസന്നിധിയിൽ തുറവയോടെ ഇരിക്കാൻ കഴിയാണ് നമുക്ക് വേണ്ടത്. തക്ക സമയത്ത് ദൈവം സംസാരിക്കും. ദൈവസന്നിധിയിൽ നാം ശാന്തരായിരിക്കുക. ദൈവം സാധാരണ നമ്മോട് സംസാരിക്കുന്നതിന് പല മാർഗങ്ങളുണ്ട്. അതിലൊരു മാർഗമാണ് വിശുദ്ധ ഗ്രന്ഥം. ഇനി രണ്ടാമതൊന്നാണ് ദൈവം കൂതാശകളിലൂടെ നമുക്ക് നൽകുന്ന അനുഭവങ്ങൾ. മൂന്നാമത് ജീവിത സന്ദർഭങ്ങൾക്കകത്തും മറ്റുള്ളവരുടെ സംഭാഷണത്തിലൂടെയും ഈ ദൈവം നമ്മോട് സംസാരിക്കാം. അപ്പൊ അതുകൊണ്ട് സ്വാഭാവിക മാർഗങ്ങളൊക്കെ ഇങ്ങനെയുണ്ട്. വിശുദ്ധ ഗ്രന്ഥമുണ്ട്, കൗതാശിക അർപ്പണങ്ങളുണ്ട്, ജീവിത ചുറ്റുപാടുകളിൽ നിന്ന് കേൾക്കുന്ന കാര്യങ്ങളുണ്ട്. അപ്പൊ ഇവിടെയൊക്കെ ദൈവത്തിന്റെ സ്വരം സംസാരിക്കാം. വ്യക്തിപരമായി നമ്മോട് ഒരു അനുഭൂതി തലത്തിൽ ദൈവം സംസാരിക്കുന്നതിന് പ്രത്യേകമായ ഒരു നിബന്ധനയോ ഒരു മുൻധാരണയോ നമുക്ക് പാടില്ല. ദൈവസന്നിധിയിൽ ശാന്തരായിരിക്കുക എന്നത് മാത്രമേ ആവശ്യമായിട്ടുള്ളൂ. ഇനി രണ്ടാമത്തെ കാര്യം, രണ്ടാമത്തെ തടസ്സം, നമ്മൾ ഇങ്ങനെ ദൈവം സംസാരിക്കുന്നതിന് ഒരു സമയപരിധി നിശ്ചയിക്കും. ഒരു ദിവസം ഇരുന്നു, ഒന്നും കേട്ടില്ല. 2 ദിവസം ഇരുന്നു, പ്രത്യേകിച്ച് ഒരു വിശേഷമില്ല. 3-ാം ദിവസം ഇരുന്നു, ഒരു വിശേഷമില്ല. ഇതൊന്നും നടപ്പുള്ള കാര്യമല്ല എന്ന് ചിന്തിക്കരുത്. നമ്മുടെ മനസ്സ് അടങ്ങി ശാന്തമായി ഈ കുളത്തിലെ കലക്കം തീർന്നതിന് ശേഷമാണ് ഈ സ്വരം ശ്രവിക്കാനോ അനുഭൂതിയിലേക്കൊക്കെ പ്രവേശിക്കാനോ നമുക്ക് കഴിയുക. അപ്പൊ അതുകൊണ്ട് ഈ കലക്കം തീരുന്നത് വരെ ഇരിക്കുക എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം. 2 ദിവസം ഇരിക്കുമ്പോൾ എഴുന്നേറ്റ് പോകാൻ തോന്നുന്നില്ലേ? ഇരുന്നിട്ട് എന്താ കാര്യം തോന്നുന്നില്ലേ? അത് ആരുടെ കളിയാ? അത് ചെകുത്താന്റെ കളിയല്ല, അത് മനസ്സിന്റെ കളിയാണ്. മനസ്സിന് അടങ്ങിയിരിക്കുക ഒട്ടും ഇഷ്ടമുള്ള കാര്യമല്ല. അതിന്റെ പ്രകൃതി ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, കുരങ്ങിന്റെ പ്രകൃതിയാണ്, ചഞ്ചല പ്രകൃതിയാണ്. അപ്പൊ ചഞ്ചല പ്രകൃതിയായ ഇളക്കമുള്ള മനസ്സിനെ ശാന്തമാക്കുക എന്നുള്ള കാര്യം നാം ഇരുന്ന് തന്നെ ഉണ്ടാവേണ്ട കാര്യമാണ്. നാം ഇരിക്കുക. ഇതിന് പ്രത്യേക അഭ്യാസമല്ല, ദൈവത്തെ അനുഭവിക്കാനുള്ളൊരു അഭ്യാസമല്ല. ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്നത് ഒരു അഭ്യാസത്തിലൂടെയുമല്ല, അത് സൗജന്യ ദാനമാണെന്ന് മാത്രമല്ല, അത് എപ്പോഴും ആകാം. അത് നമ്മൾ യാത്ര ചെയ്യുമ്പോഴോ ഓടുമ്പോഴോ നടക്കുമ്പോഴോ കിടക്കുമ്പോഴോ എപ്പോഴെങ്കിലും ആകാം. അതിന് പ്രത്യേകിച്ചൊരു സമയമില്ല, അതിനൊരു തടസ്സവും ഇല്ല. നമ്മൾ ഇങ്ങനെ ചെയ്യുന്നത് നമ്മിൽ പ്രവർത്തിക്കുന്ന ദൈവാത്മാവിന്റെ പ്രവൃത്തിയെ തിരിച്ചറിയാൻ കഴിയും വിധം നമ്മുടെ മനസ്സിനെ ശാന്തമാക്കൽ മാത്രമാണ്. അപ്പൊ അങ്ങനെ ശാന്തമാകണമെങ്കിൽ നമ്മൾ ഇരിക്കണം. ആ ഇരിക്കുന്നതിന് എത്രത്തോളം ഇരിക്കണം എന്ന് വെച്ചാൽ എഴുന്നേറ്റ് പോകണ്ട എന്ന് തോന്നുന്നത് വരെ ഇരിക്കണം. ഇപ്പൊക്കെ ഇരിക്കുമ്പോൾ നമുക്ക് തോന്നണ എന്താ, ഇന്നിരുന്നു, അരമണിക്കൂറായി, ഒന്നും നടന്നില്ല, എഴുന്നേറ്റ് പോകാം. 2 ദിവസം ഇരുന്നു, 3 ദിവസം ഇരുന്ന് കഴിയുമ്പോൾ നമുക്ക് തോന്നുന്നത് എന്താ, അരമണിക്കൂർ ഇരുന്നിട്ടും ഒന്നും നടന്നില്ല, ഇരിക്കാൻ താല്പര്യം കുറയുന്നു.
അതിനർത്ഥം മനസ്സിന്റെ കലക്കം തീർന്നിട്ടില്ലെന്നാ. മനസ്സിന്റെ കലക്കം തീർന്നുള്ള ലക്ഷണം എന്താണെന്നറിയാമോ? നമുക്ക് ഇരുന്നിടത്ത് നിന്ന് എണ്ണീറ്റ് പോകാൻ തോന്നില്ല, നമ്മൾ ശാന്തരാവും. അങ്ങനെ ശാന്തതയിലേക്ക് നമുക്ക് വരാനും ഈ ഇരിപ്പ് ഹൃദയം അംഗീകരിക്കാനും താല്പര്യപ്പെടാനും തുടങ്ങുന്ന സമയത്താണ് മനസ്സ് ശാന്തമാകുന്നു, സ്വച്ഛമാകുന്നു. അതുകൊണ്ട് ഇരിക്കാൻ പറ്റുന്നത്. നമ്മളൊക്കെ വിചാരിക്കുന്നത് വിശ്രമം എന്ന് പറയുന്നത് ടി വി കാണലോ, ഫോണില് ഷോർട്ട് കാണലോ, വീഡിയോ കാണലോ ഒക്കെ ആണെന്നാണ് വിശ്രമത്തെ കുറിച്ച് നമ്മൾ ധരിക്കണേ. അതൊന്നും വിശ്രമമല്ല. വിശ്രമം എന്താ? ചത്തതുപോലെ കുത്തിയിരിക്കില്ല വിശ്രമം. ഉറക്കം വിശ്രമമാകുന്നത് നമ്മുടെ ശരീരത്തിന്റെ പ്രവർത്തനങ്ങളൊക്കെ, ആന്തരിക പ്രവർത്തനങ്ങളൊക്കെ നടക്കുമെങ്കിലും ഇന്ദ്രിയപരമായ എല്ലാ പ്രവർത്തനങ്ങളും നിരോധിക്കപ്പെടും. അപ്പൊ അതുകൊണ്ട് ഇന്ദ്രിയപരമായ പ്രവർത്തനങ്ങൾ നിരോധിക്കപ്പെടുന്ന സമയമാണ് ഉറക്കം. അങ്ങനെ ഇരിപ്പിലും നമുക്ക് സാധിക്കും. കിടന്നുറങ്ങുന്നതിനേക്കാൾ ഇരുന്നുറങ്ങാൻ കഴിയും. ഇരുന്നുറങ്ങാൻ വെച്ചാൽ സാധാരണ നമ്മൾ ഉറക്കുന്ന പരിപാടി അല്ലോട്ടെ പറയണേ. തല കുമ്പിട്ട് പോകാതെ, ആടിപ്പോകാതെ ഇന്ദ്രിയങ്ങളുടെ മയക്കത്തിലേക്ക് പോകാൻ പറ്റും. ഇന്ദ്രിയങ്ങളുടെ മയക്കത്തിലേക്ക് അങ്ങനെ പോകുമ്പോഴാണ് സാധാരണ അനുഭൂതികൾ പ്രവർത്തനക്ഷമാവുക. അതുകൊണ്ട് ഇനി ഇന്ദ്രിയങ്ങൾ ബലം പിടിക്കണ്ട. ബലം പിടിച്ചാൽ അത് മയങ്ങില്ല. നിങ്ങൾ കേൾക്കരുത് എന്ന് കരുതുന്നതോറും നിങ്ങളുടെ ചുറ്റുപാടുമുള്ള ഏറ്റവും സൂക്ഷ്മമായ ശബ്ദങ്ങൾ പോലും നിങ്ങൾ കേൾക്കാൻ തുടങ്ങും. പക്ഷെ നിങ്ങൾ ഇങ്ങനെ ലയനത്തിലേക്ക് വന്നാൽ ഒരു ശബ്ദവും കേൾക്കാതെയാവും. കാത് തുറന്നുകൊണ്ട് തന്നെ നിങ്ങൾക്ക് കേൾക്കാതിരിക്കാൻ പറ്റും. കണ്ണ് തുറന്നുകൊണ്ട് തന്നെ കാണാതിരിക്കാൻ പറ്റും. ധ്യാനമാർഗത്തിൽ ധ്യാനം പരിശീലിക്കുന്ന സമയത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ധ്യാനം ഞാൻ നടത്തിയത് എറണാകുളം മേനക ജംഗ്ഷനിൽ നിന്നിട്ടാണ്. നല്ല തിരക്കുള്ള ഒരു ബസ് സ്റ്റോപ്പ് എന്നിട്ടാണ്. ചുറ്റുപാട് ഒക്കെ ആളുണ്ട്, ബഹളങ്ങളുണ്ട്, കാഴ്ചകളുണ്ട്. ഒന്നും കാണാതെ, ഒന്നും കേൾക്കാതെ അതിന് നടുക്ക് നിൽക്കാൻ പറ്റുക ഈ തിരക്കിനിടയ്ക്ക്. അങ്ങനെ നിൽക്കാൻ പറ്റുമ്പോഴാണ് നമുക്ക് നമ്മിലേക്ക് കേന്ദ്രീകരിക്കാൻ എത്രത്തോളം പറ്റും എന്നുള്ളത് മനസ്സിലാവുക. ഒരു കാര്യമുള്ളത്, ഇതൊന്നും ആത്മീയാനുഭവമല്ല കേട്ടോ. ഈ പറഞ്ഞ രീതിയൊന്നും ആത്മീയമായ അനുഭവമല്ല, ആത്മീയതയുടെ ലക്ഷണമല്ല. ഇതെല്ലാം മനസ്സിനടുക്കാനുള്ള പ്രവൃത്തിയാണ്. അപ്പോൾ മനസ്സ് ശാന്തമാകണം, ഇരിക്കാൻ തുടങ്ങണം. എത്ര നാളെന്ന് ചോദിക്കരുത്, എപ്പോഴെന്ന് ചോദിക്കരുത്. ധൈര്യപൂർവ്വം ഇരിക്കുക. ഉറപ്പിച്ചോളുക, നിങ്ങളുടെ ജീവിതത്തിൽ ദൈവം അനുഭൂതിദായകമായ പ്രവൃത്തികൾ ചെയ്യും. 100% ഉറപ്പ്. പക്ഷെ അത് എപ്പോഴാണ്, എങ്ങനെയാണെന്ന് ചോദിക്കരുത്. ചിലപ്പോ ഇരിക്കുന്ന ആൾക്ക് അപ്പം തന്നെ നടന്നേക്കാം. ഇനി വേറെ ആൾക്ക് 6 മാസം കൊണ്ടാകാം. അതിന്റെ കാര്യത്തെക്കുറിച്ച് നമുക്ക് നിശ്ചയിക്കാൻ കഴിയില്ല. അത് ദൈവാത്മാവിന്റെ പ്രവൃത്തിയാണ്. ഇനി മൂന്നാമത്തെ കാര്യം തടസ്സം എന്താ? അപ്പൊ സമയത്തിന്റെ കാര്യത്തിൽ നമ്മൾ തീരുമാനത്തിൽ എത്തണം. മൂന്നാമത്തെ കാര്യം, നമ്മൾ കോപ്പി അടിക്കാൻ തുടങ്ങും. നമ്മൾ പലയിടത്തുനിന്നും പല അനുഭവങ്ങളും കേട്ടിട്ടുണ്ട്. വിശുദ്ധാത്മാക്കൾ പല അനുഭവങ്ങളെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഇപ്പൊ പൗലോസ് ലീഗ ഇങ്ങനെ ഉയർന്നു പോകിയ ഒരു മനുഷ്യനെ അറിയാമെന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി പൗലോസ് ഉയർന്നിട്ടുണ്ട്. അപ്പൊ നമ്മൾ പിന്നെ ഇരിക്കുമ്പോൾ പൊങ്ങണ്ടോ എന്ന് നോക്കിയിരിക്കും. പൊങ്ങളായിട്ട് ചിലപ്പോൾ നമുക്ക് തോന്നിയേക്കാം. കാരണം ഇല്യൂഷൻസ് വരാം. അതുപോലെ ദർശനങ്ങൾ കാണുന്നതായിട്ട് തോന്നിയേക്കാം. യോഹന്നാൻ ശ്രീ കണ്ടതുപോലെ ഞാനും ദർശനം കാണുന്നു എന്ന് തോന്നിയേക്കാം. അപ്പൊ വായിച്ചിട്ടുള്ള പുസ്തകങ്ങളിലും നമ്മൾ കേട്ടിട്ടുള്ള അറിവുകളിൽ നിന്നും ഇങ്ങനെ കോപ്പി അടിക്കും നമ്മുടെ മനസ്സ്. എന്നിട്ട് ഈ കോപ്പി, വ്യാജമായ ഈ അനുഭൂതികളിലേക്ക് നമ്മൾ കൊണ്ടുപോകാം. അതുകൊണ്ട് വായിച്ച പുസ്തകങ്ങളോ കേട്ടറിവുകളോ നിങ്ങളുടെ ജീവിതത്തിൽ ഇടപെടുന്ന ദൈവം ചെയ്യുന്ന അനുഭൂതികളുമായി ഒരു ബന്ധവുമില്ല എന്ന കാര്യം ആദ്യം തിരിച്ചറിയണം. ഈ കോപ്പിയടിയാണ് പലയിടത്തും പല പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നത്. പഞ്ചക്ഷതം വരെ ഉണ്ടെന്ന് കരുതുന്ന ആളുകളുണ്ട്. അങ്ങനെ സ്റ്റിഗ്മാറ്റ ഉണ്ടാകുന്നത് വ്യാജമായിട്ട് അങ്ങനെ സംഭവിക്കാറുണ്ട്. കാരണം മനസ്സിന്റെ പ്രവർത്തനം വളരെ നിഗൂഢമാണെന്നറിയണം. ഇത്തരത്തിലുള്ള കോപ്പിയടികളൊന്നും നമ്മൾ സ്വീകരിക്കരുത്. ചിലർ പറയില്ലേ, ശുദ്ധീകരണാത്മാക്കൾ നേരിട്ട് വന്നു എന്നോട് സംസാരിച്ചു എന്നൊക്കെ പറയില്ലേ. അതിനകത്ത് വന്നുകൂടാവുന്നൊരു പിഴവിതാ. നമ്മൾ ഇങ്ങനെയുള്ള ഈ അനുഭവങ്ങൾ വായിക്കുമ്പോൾ ഒരു കാര്യം ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. 100 പേരെങ്കിലും ഇത്തരത്തിലുള്ള സെയിം അനുഭവങ്ങളിലൂടെ കടന്നുപോയവരെ നമുക്കറിയാം. ഓരോരുത്തരോടും ദൈവം ഇടപെടുന്നത് വ്യക്തിപരമായിട്ടാണ്. ഓരോരുത്തർക്കും ഉണ്ടാകുന്നത് വ്യക്തിപരമായിട്ടാണ്. അങ്ങനെ വ്യക്തിപരമായി നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ആവശ്യമുള്ള ഒരു ദൈവിക അനുഭൂതിയെ ദൈവം നമുക്ക് നൽകുമെങ്കിൽ അത് വേറൊരാൾക്ക് നൽകിയതുമായിട്ട് വ്യത്യസ്തമായിരിക്കും. ഒരാൾക്ക് സംഭവിച്ച പോലെ തന്നെ പിന്നെ സംഭവിക്കുമെന്ന് വെച്ചാൽ റിപ്പീറ്റേഷൻ വന്നെന്ന് പറഞ്ഞാൽ അതിനുള്ള ഒരു കാരണം ഈ ആത്മീയ അനുഭൂതിയിലെ വ്യാജനാണ്. അങ്ങനെ വരാം. അപ്പൊ അതുകൊണ്ട് ഇതിൽ തഴങ്ങാൻ പാടില്ല. ഇത്തരത്തിലുള്ള പുസ്തകങ്ങളോ കേട്ടറിവുകളോ നമുക്ക് വരുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? നമുക്കുണ്ടാകുന്ന ആ അനുഭൂതിയെ ദൈവകരങ്ങളിൽ സമർപ്പിച്ച് ഉപേക്ഷിക്കണം. നമുക്ക് സത്യത്തിലേക്കാണല്ലോ പോകണ്ടേ. അപ്പൊ അതുകൊണ്ട് എന്ത് ചെയ്യണം? നമുക്കൊരു അനുഭൂതി ഉണ്ടായി, ഒരു സ്വരം കേട്ടു, ഒരു കുളിരുണ്ടായി, എനിക്കുണ്ടായ അനുഭവത്തെ ഞാൻ ദൈവമേ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞ് ഉപേക്ഷിച്ചാൽ ഈ വ്യാജനിൽ നമുക്ക് രക്ഷപ്പെടാം. അപ്പൊ അത് വ്യാജമാണെങ്കിൽ തള്ളിപ്പോവും.
യാഥാർത്ഥ്യമാണെങ്കിൽ വേറെ രീതിയിൽ ദൈവം ഇടപെടും. നമ്മളൊരു കാര്യം ദൈവം പറഞ്ഞു എന്ന് നമുക്ക് തോന്നി, അത് ശരിയാണോ തെറ്റാണോ, പറഞ്ഞതാണോ പിശാചാണോ മനുഷ്യനാണോ ഞാൻ തന്നെയാണോ ആത്മാവാണോ, അത് ദൈവകരങ്ങളിൽ സമർപ്പിക്കുക, സമാധാനത്തോടെ ഇരിക്കുക. ദൈവമാണല്ലോ നമ്മോട് പറഞ്ഞതെങ്കിൽ ദൈവത്തിനറിയാലോ വിശദീകരിക്കാൻ, ദൈവത്തിനറിയാലോ അത് കൺഫേം ചെയ്യാൻ. അതുകൊണ്ട് നമ്മൾ ദൈവസന്നിധിയിൽ താഴ്മയോടെ ഇരിക്കണം. 3 കാര്യങ്ങളാണ് തടസ്സമായിട്ട് പറഞ്ഞത്. പ്രധാനമായിട്ടും മുൻധാരണകളൊന്നും പാടില്ല. രണ്ടാമത് സമയനിഷ്ഠ, ഇന്ന സമയത്ത് നടക്കണമെന്ന് വാശി പാടില്ല. മൂന്നാമത് വായിച്ചും കേട്ടും അറിഞ്ഞും ഉള്ള അനുഭവങ്ങൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരുന്നതായിട്ട് ഒരു വ്യാജ സന്ദേശം വരാനിടയുണ്ട്. അവയെ നമ്മൾ നിരാകരിക്കണം. അതുകൊണ്ട് ഇത്തരത്തിലുള്ള അനുഭൂതികൾ ഒരു പകർച്ചവ്യാധി ഒന്നുമല്ല, എല്ലാവർക്കും ഒരുപോലെ വരാൻ വേണ്ടി എല്ലാവരോടും വ്യത്യസ്തമായിട്ടാണ് ദൈവം ഇടപെടുക. അതുകൊണ്ട് എന്നോട് ദൈവം വ്യക്തിപരമായി ഇടപെടും എന്ന ബോധ്യത്തോടെ, വിശ്വാസത്തോടെ, സ്ഥൈര്യത്തോടെ ദൈവസന്നിധി ഇരിക്കാൻ പറ്റുക. ഒരു കാര്യം നാം മനസ്സിലാക്കേണ്ടത്, ദൈവം സംസാരിച്ചത് കേട്ടാലും കേട്ടില്ലെങ്കിലും നിങ്ങൾ ദൈവസന്നിധിയിൽ ഇരിക്കുന്നുവെങ്കിൽ നിങ്ങൾ ഭാഗ്യപ്പെട്ടവർ. ദൈവസന്നിധിയിലിരിക്കാൻ ഹൃദയം ഒരു ബലം നൽകുന്നുണ്ടോ? ക്ഷമയോടെ സ്നേഹത്തോടെ ഈശോയുടെ സന്നിധിയിൽ ഒരു 20 മിനിറ്റ് ഇരിക്കാൻ പറ്റുന്നുണ്ടോ? ദൈവാനുഗ്രഹം, ദൈവത്തിന്റെ പ്രവൃത്തിയാണ്. മാനുഷികമായിട്ട് നമുക്ക് സാധ്യമായ കാര്യമല്ല അങ്ങനെ കുത്തിയിരിക്കാൻ. അപ്പൊ ഇരിക്കാനായിട്ട് പറ്റണമെങ്കിൽ അത് തന്നെ പരിശുദ്ധാത്മാവിന്റെ സഹായമാണ്. ഇരിക്കുമ്പോൾ പരിശുദ്ധാത്മാവിന്റെ സഹായം ചോദിക്കുക, സകല വിശുദ്ധരുടെ മാധ്യസ്ഥം പ്രാർത്ഥിക്കുക, പരിശുദ്ധമ്മയുടെ മാധ്യസ്ഥം പ്രാർത്ഥിക്കുക, എന്നിട്ട് ദൈവസന്നിധിയിൽ ഇരിപ്പാരംഭിക്കുക. ദൈവസന്നിധിയിൽ നാം അങ്ങനെ ഇരിക്കുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുന്ന അനുഭവം ഉണ്ടാവും. ആ അനുഭവം പിന്നെ നമ്മുടെ നടപ്പിലും കിടപ്പിലും ഇരിപ്പിലും നമ്മൾ എന്തൊക്കെ ചെയ്യുന്ന പ്രവൃത്തിയിലും കൂടെ ഉള്ളതായിട്ട് നമുക്ക് തിരിച്ചറിയാൻ പറ്റും. അപ്രകാരം ആത്മീയ ഔന്നത്യത്തിലേക്ക് പ്രവേശിക്കാൻ ദൈവാത്മാവ് നിങ്ങളെ സഹായിക്കട്ടെ. വിശുദ്ധാത്മാക്കളുടെ കൂട്ടായ്മയും സഹായവും നിങ്ങൾക്ക് എപ്പോഴും ഉണ്ടാകട്ടെ എന്ന് ഹൃദയപൂർവ്വം പ്രാർത്ഥിക്കുന്നു. ആമേൻ.